മക്കളെ നമ്മളെ കോഡിങ്ങിൻ്റെയും ഡീകോഡിൻ്റെയും അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടില്ലേ നമ്മുടെ കോഡിങ്ങിൻ്റെ ഡീകോഡിൻ്റെയും ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണോ? നമുക്ക് നോക്കാം. സോ ഇഫ് ഡൽഹി ഈസ് കോഡഡ് ആസ് EFMIJ then how similar is coded? എടാ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി എന്ത് ചെയ്തിട്ടുണ്ടാ ഒരു കോഡ് അടിച്ചിട്ടുണ്ട് EFMIJ എന്നാണ് കോഡ് ഉള്ളത്. അപ്പം ഡൽഹിയെ അങ്ങനെ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റൊരു സ്ഥലമാണ് എന്ത് സിംല. അങ്ങനെയാണെങ്കിൽ ഈ സിംലയെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, എന്താണ് നമ്മൾ ഡൽഹി എന്തായിട്ടുണ്ട്? നമ്മൾ ഡൽഹി എന്ന് പറയുന്ന ആള് EFMIJ, ഡൽഹി എന്ന് പറയുന്ന ആൾ EFMIJ ആയിട്ടുണ്ട് എങ്കിൽ നമ്മളെ സിംല എന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ട് മാറി? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പോലെ നമ്മൾ ചെയ്ത പോലെ നമ്മൾ എങ്ങനെ ഇവിടുത്തെ പാറ്റേൺ കണ്ടുപിടിക്കും? ആ പാറ്റേൺ നമ്മൾ എങ്ങനെ കാണാം? D എങ്ങനെ E ആയി, E എങ്ങനെ F ആയി, L എങ്ങനെ M ആയി, H എങ്ങനെ I ആയി, അതേപോലെ I എങ്ങനെ J ആയി. മക്കൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും ഡിയുടെ നെക്സ്റ്റ് ലെറ്റേഴ്സ് ആണ്. നമ്മുടെ നേരെ പാറ്റേണിൽ പോയി നോക്കുക, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമ്മളെ പാറ്റേൺ നമ്മൾ ഡി എന്തായിട്ടുണ്ട്? ഇ ആയിട്ടുണ്ട്. ഓക്കെ, ഡി എന്തായിട്ടുണ്ട്? ഇ ആയിട്ടുണ്ട്. അതേപോലെ ഡൽഹിയുടെ ഇ എന്തായിട്ടുണ്ട്? എഫ് ആയിട്ടുണ്ട്. ഡി ഇ ആയിട്ടുണ്ട്, ഇ എഫ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഒരു ലെറ്റർ ഒന്നും എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഡൽഹിയിലെ എല്ലാ ലെറ്റേഴ്സും ഒന്ന് മുന്നോട്ട് കയറിയിട്ടുണ്ട്. ഡി എന്തായി? ഇ ആയി, ഇ എന്തായി? എഫ് ആയി, എൽ എന്തായി? എം ആയി, എച്ച് എന്തായി? ഐ ആയി. അപ്പോൾ ഒരു ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നോട്ട് കയറിയിട്ടുണ്ട്. ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിംലയെ നമുക്ക് സിമിലർ ഫാഷനിൽ സിമിലർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ അങ്ങോട്ട് മുന്നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എങ്ങനെ നമ്മൾ മുന്നോട്ട് ചെയ്താ? നമ്മൾ എസ്സിനെ മുന്നോട്ട് ചെയ്തണം. എസ്സിനെ നമ്മൾ മുന്നോട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരാൾ ടി എന്ന് കിട്ടും. റെഡി? എസ്സിനെ ഒരാളെ മുന്നോട്ട് ചെയ്താൽ ടി എന്ന് കിട്ടും. നമ്മുടെ ഇവിടെ ഐനെ നമ്മൾ മുന്നോട്ട് ചെയ്താൽ എന്ത് കിട്ടും? ജെ എന്ന് കിട്ടും. എമ്മിനെ നമ്മൾ മുന്നോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ എന്ന് കിട്ടും. എല്ലിന് നമ്മൾ മുന്നോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം എന്ന് കിട്ടും. എനെ നമ്മൾ മുന്നോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് കിട്ടും. റെഡിയാണോ? ഇത്രയും കാര്യങ്ങൾ ടി എസ് എന്തായിട്ടുണ്ട്? ടി ആയിട്ടുണ്ട്. ഐ എന്തായിട്ടുണ്ട്? ജെ ആയിട്ടുണ്ട്. നേരെ മുന്നിലത്തെ ലെറ്റേഴ്സ് നേരെ ഒരൊറ്റ ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി ജെ എൻ എം ബി എന്ന് കിട്ടും. സോ നമ്മളെ ആൻസറിൽ ഇവിടെ വന്നു നോക്കിയാൽ ബി ഓപ്ഷനിൽ കിടക്കുന്നത് TJNMB. റെഡിയല്ലേ മക്കളെ? സിമ്പിളായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ കുറേ പഠിച്ചു. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നത് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റാക്കി വരാൻ നമ്മളെ NMMS നമുക്ക് എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്യണം. ഈ പ്രാവശ്യം NMMS നമ്മൾ പതിയെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്രാക്ക് ചെയ്യാൻ പോകണം. മക്കളെല്ലാവരും കൂടെ പോകണം. എല്ലാവരിലേക്കും എത്തിച്ച് നമുക്ക് നല്ല സെറ്റാക്കി എല്ലാവരും കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? NMMS ക്രാക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും മക്കൾ? മറക്കാതെ നിങ്ങൾ 8ാം ക്ലാസ്സിലെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ പോവാണ്. നിങ്ങൾ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ് കഴിഞ്ഞിരിക്കുമായിരിക്കും. നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പോവാണ്. സോ മക്കൾ എന്തായിരിക്കണം? ഇപ്പം തന്നെ പതിയെ പ്രാക്ടീസ് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടുകാരെയും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കണം. എങ്ങനെ? നിങ്ങൾ അവരെ സഹായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങളെ കൂട്ടുകാർക്കും എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും നമുക്ക് സെറ്റാക്കി പഠിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോ കാണാം മക്കളെ. ഓക്കെ.